പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവം നമുക്ക് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വേദവാക്യം വായിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതിന് ശേഷം യേശു വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവമാണ് പ്രമേയം. ചെറിയ വിശ്വാസത്തിൽ നിന്നും പൂർണ്ണ വിശ്വാസത്തിലേക്കുള്ള വളർച്ചയാണ് ചർച്ചാ വിഷയം. ജനക്കൂട്ടത്തിന് അത്ഭുതകരമായി ഭക്ഷണം നൽകി അവരെ തൃപ്തരാക്കിയപ്പോൾ അവർ യേശുവിനെ രാജാവാക്കുവാൻ ഒരുമ്പെട്ടുവെന്ന് യോഹന്നാൻ വിവരിക്കും. ആ സംരംഭത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ യേശു ശിഷ്യന്മാരെ തടാകത്തിന്റെ അക്കരയ്ക്ക് വഞ്ചിയിൽ പറഞ്ഞയച്ചു. ക്രിസ്തു രാത്രിയുടെ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് പോയി. രാത്രിയുടെ 4-ാം യാമത്തിൽ തടാകത്തിൽ ഉയർന്ന കൊടുങ്കാറ്റ് ശിഷ്യന്മാരുടെ വഞ്ചിയെ ശക്തിയായി വിളിച്ചു. നിസ്സഹായതയും ഭയപരവശരുമായ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വെള്ളത്തിനു മീതെ നടന്ന് യേശു വന്നു. മങ്ങിയ വെളിച്ചത്തിൽ യേശുവിനെ ഒരു ഭൂതമായി അവർ തെറ്റിദ്ധരിച്ചപ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. ഈ സംഭവത്തിന് സുവിശേഷം രചിച്ച കാലത്ത് പ്രത്യേകം പ്രസക്തിയുണ്ടായിരുന്നു. പീഡനവും എതിർപ്പും സഭയുടെ മേൽ ആഞ്ഞടിച്ച ഘട്ടമാണ്. സഭയാകുന്ന വഞ്ചി പീഡനമാകുന്ന കൊടുങ്കാറ്റിൽ ഉലഞ്ഞ് നീങ്ങുകയായിരുന്നു ആ കാലത്ത്. ആ സന്ദർഭത്തിൽ കർത്താവായ യേശു അവരെ രക്ഷിക്കുവാനും ആശ്വസിപ്പിക്കുവാനും വന്നെത്തുമെന്നുള്ളത് ധൈര്യം നൽകുന്ന ചിന്തയാണ്. നമ്മുടെ ജീവിതത്തോണി ആടി ഉലയുമ്പോൾ ഭയപ്പെടാണ്ടായത് ഞാനാണെന്ന് പറയുന്ന ദൈവശബ്ദം നമുക്കും ധൈര്യമാണ് പകർന്നു തരുന്നത്. നാം ഭയപ്പെട്ട് നിലവിളിക്കുന്ന പല സാഹചര്യങ്ങളിലും സന്നിഹിതനാകുന്ന യേശു തന്നെയായിരിക്കും. കാണാനും തിരിച്ചറിയാനുമുള്ള കണ്ണുണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം. ഭീതിയുടെയും പരിഭ്രമത്തിന്റെയും അവസരങ്ങൾ യേശു നമ്മുടെ അടുത്തേക്ക് വരുന്ന രക്ഷാകര നിമിഷങ്ങളാണ്. ഭയം അകറ്റുന്നതാണ് യേശുവിന്റെ സാന്നിധ്യം. അത് ധൈര്യം പകരുന്നതുമാണ്. ധൈര്യമായിരിക്കുകയും ഭയപ്പെടേണ്ട എന്നാണ് യേശു പറയുന്നത്. യേശുവിന്റെ സാന്നിധ്യത്തിൽ ധൈര്യപ്പെടുന്നവർ മറ്റുള്ളവർക്ക് ധൈര്യം നൽകാൻ വിളിക്കപ്പെട്ടവനാണെന്നും കൂടി തിരിച്ചറിയണം. ധൈര്യവും ആത്മവിശ്വാസവും മറ്റുള്ളവർക്ക് പകരുന്ന വ്യക്തിയാകുമ്പോഴാണ് നീ ക്രിസ്തു ശിഷ്യനാകുന്നത്. വിശ്വാസം വികാര പ്രകടനമല്ല എന്ന പാഠവും ഈ ഭാഗം നൽകുന്നു. നല്ല നിലാവുള്ള രാത്രി കടലിന്റെ മീതെ നടന്നു വരുന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ പത്രോസിനൊരാഗ്രഹം കടലിന്റെ മീതെ നടക്കാൻ. ക്രിസ്തു സമ്മതം കൊടുത്തു. പത്രോസ് നടന്നു തുടങ്ങി. വിശ്വാസമില്ലാതെ ഒരാവേശത്തിന്റെ പുറത്ത് നേരെ വെള്ളത്തിലേക്ക്. ആഴത്തിൽ വിശ്വാസമില്ലാത്തവൻ കാറ്റും കോളും തിരയും കണ്ടാൽ ഭയന്നു പോകും. ക്രിസ്തുവിലേക്കുള്ള അവന്റെ നോട്ടം തെറ്റും. ജീവിത കയത്തിന്റെ ആഴങ്ങളിലേക്ക് താണുപോകും. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എത്രയെന്ന് ശോധന ചെയ്യുക. ഒരാവേശത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടുന്ന വഴിയല്ല ക്രിസ്തുവിന്റെ വഴി. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ദൃഷ്ടിയും നല്ലത് ക്രിസ്തുവിലാണ്. ആഞ്ഞടിക്കുന്ന കാറ്റിൽ ശ്രദ്ധിച്ചിരുന്നാൽ നിന്നിൽ ഉരുവാകുന്നത് ഭയമായിരിക്കും. എന്നാൽ യേശുവിന്റെ മുഖത്ത് ശ്രദ്ധിച്ചിരുന്നാൽ ഉണ്ടാകുന്നത് ആത്മധൈര്യവും. നമ്മുടെ നോട്ടവും ശ്രദ്ധയും യേശുവിലായിരിക്കട്ടെ. കടലിലുള്ളിടത്തോളം കാലം അതിൽ കാറ്റും കോളും ഉണ്ടാവും. നമ്മുടെ കഴിവിന്റെ തുഴകൾക്ക് കാറ്റിനെ ചെറുക്കുവാനുള്ള ബലം പോരാ. അവിടെ പിടിച്ചു നിൽക്കാൻ ക്രിസ്തുവിന്റെ കരങ്ങൾ തന്നെ വേണം. പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ധൈര്യവും ഉറപ്പും പകരട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. താഴത്തെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തളർന്നു പോകാതെ അവിടുത്തെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ എപ്പോഴും സഹായിക്കാം. അങ്ങിൽ നിന്ന് ദൃഷ്ടി മാറ്റുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കൃപ തന്ന് ഞങ്ങളെ നടത്തണമേ. കൃപയിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു വഴി നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ